സ്വർണ്ണക്കള്ളന്മാർ, അമ്പലക്കള്ളന്മാർ എന്നതിനൊപ്പം ജട്ടിക്കള്ളന്മാരാണ് ഇടതുപക്ഷ മുന്നണിക്കാർ. ഒന്ന് ആലോചിച്ചു നോക്കണം. ഇത് അമ്പലക്കൊള്ള നമുക്ക് ഒന്നാണ്ട് മാറ്റി വെച്ചാൽ ജട്ടി മോഷ്ടിക്കുക, ഒരുമാതിരി ആൾക്കാരൊന്നും ജട്ടി മോഷ്ടിക്കാറില്ല കേട്ടോ. ജട്ടി മോഷ്ടിച്ചു എന്നുള്ളത് ഒരു തമാശ കഥയെ നിങ്ങൾ പറയണ്ട കേട്ടോ. കാരണം ഇത് 3 വർഷമാണ് ആന്റണി രാജു എന്ന് പറയുന്ന മുൻ മന്ത്രി നമ്മളെ ഭരിക്കായിരുന്നു. ഈ അധമൻ ക്രിമിനൽ അല്ലേ, 1-ാം നമ്പർ ക്രിമിനലിനെ കേരളത്തെ ഭരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു പിണറായി വിജയൻ അല്ലേ. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകേണ്ടതാണ്, നാടുവിടേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനലിന്റെ എമ്മാതിരി ക്രിമിനൽ, ഒരു രാജ്യാന്തര മയക്കുമരുന്ന് കടത്തുകാരനെ രക്ഷിക്കാൻ ആലോചിക്കണം. ഒരു രാജ്യാന്തര മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനെ സഹായിക്കാൻ ആ കാലത്തൊക്കെ ഇവിടെ എന്താണ് ലഹരിക്കെതിരായ പോരാട്ടം നടത്തുകയാണ്. ലഹരിക്കെതിരായ പോരാട്ടം നടത്തുന്നതിന്റെ ഇടയിൽ ഒരു രാജ്യാന്തര ഹെറോയിൻ കടത്തുകാരൻ, 1-ാം നമ്പർ മയക്കുമരുന്ന് കിട്ടും, അത് കടത്തുന്ന ആൾക്ക് വേണ്ടിയിട്ട്, ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ജട്ടി മാറ്റിയിട്ട്, ആ തൊണ്ടി മുതലായ ജട്ടി മാറ്റിയിട്ട് വേറൊരു ചെറിയ കുട്ടി ജട്ടിയാക്കി അതിനെ മാറ്റിയ ബിരുദനാണ് ആന്റണി രാജു എന്ന് പറയുന്ന മുൻ മന്ത്രി അല്ലേ. ഇങ്ങനൊരു കഥ, നാണം കെട്ട കഥ. ഇനി നമ്മുടെ ജട്ടിക്കഥയിലേക്ക് വരാം കേട്ടോ. മലയാള മനോരമയില് ആഴ്ചക്കുറിപ്പുകളിലാണ് അല്പം മാനം അടിവസ്ത്രത്തിനും അതിന്റെ ഏറ്റവും മനോഹരമായ കാർട്ടൂൺ ഉണ്ട് കേട്ടോ. അതായത് ഇടതുപക്ഷ എൽ ഡി എഫിന്റെ ഉമ്മറക്കോലായിൽ ഒരു അയ കെട്ടിയായുണ്ട്, ഒരു ജട്ടി തൂങ്ങുന്നു, ഒരു ഒട്ട ജട്ടി അല്ലേ. അതായത് ഇനി മുതൽ സഖാക്കന്മാരുടെ കൊടിയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് പകരം ഒരു ജട്ടി ആയിക്കോട്ടെ, ഒരു ജട്ടി, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഒട്ട ജട്ടിയുമായി നടക്കുന്ന എന്റെ സഖാക്കളെ. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു രസകരമായ കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇന്നലത്തെ ദേശാഭിമാനിയില് വലിയ ഐറ്റിങ്ങന്റെ തെമ്മാടിത്തം പലകുറി ഞാൻ പറഞ്ഞതാണ്. കേരളത്തിൽ നടക്കുന്നത് തെമ്മാടിത്ത ഭരണമാണ് അല്ലേ. പക്ഷേ ദേശാഭിമാനി പറയുന്നത് എന്താണെന്നറിയോ? തെമ്മാടിത്ത ഭരണം എന്ന് പറയുന്നത് നമ്മുടെ ട്രംപിന്റെ തെമ്മാടിത്തമാണ് ദേശാഭിമാനി പറയുന്നത് കേട്ടോ. പക്ഷെ ദേശാഭിമാനിക്ക് അറിയില്ല, ട്രംപിന്റെ തെമ്മാടിത്തത്തിന്റെ 1000 അല്ല 10,000 ഇരട്ടിയാണ് കാരണഭൂതത്തിന്റെ തെമ്മാടിത്തം എന്ന് നമുക്കറിയാം. പക്ഷെ തെമ്മാടിത്തം, അതായത് വെനിസ്വേലയിൽ നടത്തിയ എന്താ പറയാ അധിനിവേശത്തിന്റെ വാർത്തയാണ് ദേശാഭിമാനി പറയുന്നത്. പറയട്ടെ, ഞാൻ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അപ്പൊ സംസാരിക്കാം. ഈ 1-ാം പേജിൽ, ഇന്നലത്തെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ താഴെ ഇതാ തൊണ്ടി മുതൽ കേസ്. ശ്രദ്ധിക്കണം, ഇന്നലെ സകലമാന പത്രങ്ങളും ജട്ടിക്കഥ ആഘോഷിച്ചപ്പോൾ അല്ലേ, സകലമാന പത്രങ്ങളും ജട്ടി വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ദേശാഭിമാനി എന്ന് പറയുന്ന സഖാക്കളുടെ പത്രം ജട്ടി എന്നൊരു വാക്ക്, അതായത് ഈ വാർത്തയിൽ ആന്റണി രാജുവിന് 3 വർഷം തടവ്, ജട്ടി എന്ന തൊണ്ടി മുതൽ അത് എന്ത് ചെയ്തു, അത് ചെറുതാക്കി, അല്ലെങ്കിൽ അത് മാറ്റിമറിച്ചു ആ രീതിയിൽ, അല്ലെങ്കിൽ ആ യഥാർത്ഥത്തിൽ ജട്ടി മോഷ്ടിച്ചു എന്ന് പറയുന്ന വാർത്തയില് ഇതില് ജട്ടി എന്നൊരു വാക്കില്ല, അടിവസ്ത്രം എന്നൊരു വാക്കില്ല. സഖാക്കന്മാരെ, നിങ്ങൾ ജട്ടി ഉടുക്കാറില്ലടോ. കേരളത്തിലെ സഖാക്കന്മാരൊന്നും ജട്ടി ഉടുക്കാറില്ലേ, അടിവസ്ത്രം ഉടുക്കാറില്ലേ? അതാണ് എന്റെ ബലമായ സംശയം. കേരളത്തിലെ CPM-കാർ, കേരളത്തിലെ പിണറായി ഭക്തന്മാർ ജട്ടി ഉടുക്കാറില്ല. കാരണം ഇവർക്ക് ജട്ടി എന്താണെന്ന് അറിയില്ല. ഈ വാർത്ത വായിച്ചാൽ ഇതിൽ ജട്ടി, യഥാർത്ഥത്തിൽ ഈ ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ജട്ടിയാണ്, അണ്ടർവെയർ ആണ്. ആന്റണി രാജുവിനെ കുടുക്കിയ, ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച ഈ കേസിലെ പ്രധാന എന്താ പറയാ തെളിവ് എന്ന് പറയുന്നത് ഈ ജട്ടിയാണ്. പക്ഷെ ജട്ടി എന്നുള്ള വാക്ക് ഈ പത്രത്തിലില്ല. ദേശാഭിമാനിന്റെ വിചാരം എന്താണെന്ന് അറിയാം? ഒട്ടകപ്പക്ഷിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒട്ടകപ്പക്ഷി ശത്രുക്കൾ വരുമ്പോൾ ഒട്ടകപ്പക്ഷി മണലിൽ മുഖം പൂഴ്ത്തുമത്രേ. അതായത് ശത്രുക്കൾ പിന്നാലെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി മണലിൽ മുഖം പൂഴ്ത്തും. അപ്പോൾ ഒട്ടകപ്പക്ഷിയുടെ ധാരണ തന്നെ ആരും കാണില്ല എന്നാണ്, കണ്ണടച്ചാൽ ആരും കാണില്ല എന്ന ഒരു പൊട്ട ന്യായം അല്ലെ, ഒരു പൊട്ട വിശ്വാസം, അതാണ് സഖാക്കന്മാരുടേത്. എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയിൽ ഒരു കള്ളക്കഥ എഴുതിയാൽ ഇതങ്ങോട്ട് വിശ്വസിച്ച് കേട്ടോ,
ദേശാഭിമാനി നിങ്ങൾ പോലും വായിക്കുന്നില്ലല്ലോ. നിങ്ങൾ എത്ര സഖാക്കന്മാര്, നിങ്ങളുടെ എത്ര സഖാക്കന്മാര് ദേശാഭിമാനി വായിക്കുന്നുണ്ട്? ആരും വായിക്കുന്നില്ല. ആരും വായിക്കുന്നില്ല. കുട്ടികളുടെ അപ്പി തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഈ ടോയ്ലറ്റ് പേപ്പർ ആരും വായിക്കുന്നില്ലടോ. പിന്നെ എന്തിനീ കള്ളക്കഥകൾ ഇങ്ങനെ എഴുതുന്നു? എന്തിനീ കള്ളക്കഥകൾ എഴുതുന്നു? അങ്ങനെ അമ്പലക്കള്ളന്മാർ, സ്വർണ്ണക്കള്ളന്മാർ, ജട്ടിക്കള്ളന്മാർ. ഇത് ജനുവരി മാസം ആദ്യത്തെ ആഴ്ച. ജനുവരി, ഫെബ്രുവരി, മാർച്ച് പകുതിയോടെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. 2.5 മാസം അല്ലേ? 2.5 മാസം കൂടി നിങ്ങളെ സഹിക്കണം. ആരെ സഹിക്കണം? 2.5 മാസം കൂടി ആരെ സഹിക്കണം? ജട്ടിക്കള്ളന്മാരെ സഹിക്കണം. 2.5 മാസം കൂടി സ്വർണ്ണക്കള്ളന്മാരെ, അമ്പലക്കള്ളന്മാരെ സഹിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ആരില്ല നിങ്ങൾക്ക് പൂരിപ്പിക്കാം. പിന്നെ കേരളത്തിൽ കനലൊരു തരി എന്ന് പറഞ്ഞു നടന്നിരുന്ന നിങ്ങളല്ല, അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ചിലർ. ഒരു കാലത്ത് കനലൊരു തരി ഉണ്ടായിരുന്നു. ആ കനൽത്തരിയും കെട്ടു അല്ലെ? ആ കനൽത്തരിയും കെട്ടു. അങ്ങനെ ആ 2.5 മാസത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നെടുക്കുകയാണ് കേട്ടോ. കാരണം കേരളത്തിലെ ജനങ്ങളാകെ ഭയങ്കര ത്രില്ലിലാണ്. 2.5 മാസം കൂടി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ വെടിപ്പാക്കാം കേരളത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസാനത്തെ അന്തംകമ്മിയെയും എന്ത് ചെയ്യാം. പണ്ട് എന്താ പറയാ, ഒരു വെട്ടിനിരത്തൽ ഉണ്ടായിരുന്നില്ല അല്ലെ? വെട്ടിനിരത്തൽ, അങ്ങനെ വെട്ടിനിരത്തി ചാണകവെള്ളം തളിച്ച് കേരളത്തെ ശുദ്ധീകരിക്കാമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി രക്ഷയില്ല സഖാക്കളെ, രക്ഷയില്ല. നിങ്ങൾ വെനിസ്വേലയ്ക്ക് വേണ്ടിയിട്ട് രാത്രി 12 പ്രകടനം നടത്തിക്കോ. അതിനെപ്പറ്റിയുള്ള വാർത്ത, അതിനെപ്പറ്റിയുള്ള വിശകലനം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.